അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ, ആ കള്ളൻ, ആ ഏട്ട കൃഷ്ണൻ, അവനൊന്ന് കാണിച്ചു കൊടുക്കാം. കാരണം അവിടെ ഇങ്ങനെ കുറേ കാലം സേവിച്ച് ആ വിദ്വാനം നോക്കിയതും കൂടില്ല, അതെനിക്കൊന്നും തന്നുമില്ല. ഇനി ഇത്രയും കഠോരമായിട്ടുള്ള തപശ്ചര്യകളെ കൊണ്ട് ഞാൻ സന്തോഷിച്ച് അമൂല്യമായിട്ടുള്ള രത്നം ഞാൻ സമ്പാദിച്ചതല്ല, എനിക്ക് കിട്ടിയതാട്ടോ. കാരണം അനവധി കാലത്തെ പ്രയത്നം കൊണ്ട് സമ്പാദിച്ചതാ ഈ രത്നം. ഞാൻ വേറെ ആർക്കും കൊടുക്കാൻ പോകണില്ല, അവനൊന്ന് കാണിക്കണം ആ കൃഷ്ണനെ. ഞാൻ നേരെ ദ്വാരകയിലേക്ക് പോകാൻ നിശ്ചയിച്ച് നേരെ ഇങ്ങോട്ട് പുറപ്പെട്ടു. വേറെ ലക്ഷ്യമൊന്നുമില്ല, ദ്വാരക മാത്രം. അവിടേക്ക് പോകണിച്ചിട്ടല്ല, അവനൊന്ന് കാണിച്ചു കൊടുക്കാം. എടാ, നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ചില അങ്ങനെയുണ്ട്, അവൻ തരൂല്ല, വേറെ ആളെ കൊണ്ട് തരിപ്പിക്കൂല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ, എന്നെ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ഈ തേജസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി, എന്താ സത്രാജിത്ത് ഇവിടുന്ന് പോകുമ്പോഴത്തെ പോലെ അല്ലല്ലോ, ഇത് എന്താ കഴിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്യാം. ആ ഉദ്ദേശം വെച്ചുകൊണ്ട് സത്രാജിത്ത് നേരെ കാട്ടിൽ നിന്ന്